കഴിഞ്ഞ ദിവസം ഈ മോഹൻലാലിൻ്റെ മകൾ വിസ്മയയുടെ തുടക്കമെന്ന സിനിമയുടെ ട്രെയിലർ റിലീസുമായി ബന്ധപ്പെട്ട കുറച്ച് വീഡിയോ ക്ലിപ്സുകൾ കാണുകയുണ്ടായി. ഞാനതിൽ കണ്ടൊരു കാര്യം, നമ്മൾ സാധാരണ പറയുന്നൊരു സംഗതി ഉണ്ടല്ലോ, ഈ സൂപ്പർ സ്റ്റാറായി മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ ഇങ്ങനെ മിനി സ്ക്രീനിൽ കാലങ്ങളായി നിറഞ്ഞു നിൽക്കുന്നു, കാൽ നൂറ്റാണ്ടിനപ്പുറമായി നിറഞ്ഞു നിൽക്കുന്നു, 10, 30, 40 വർഷമായി ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു പൂർണ്ണതയുണ്ടല്ലോ. അതിങ്ങനെ അവർ പിടിച്ചടക്കി വച്ചിരിക്കുന്നതാണ്, അവരിങ്ങനെ നിലനിർത്തിയിരിക്കുന്നതാണ്, അല്ലെങ്കിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയാറുണ്ട്. സത്യത്തിൽ എനിക്ക് ഇന്നലെ ആ പ്രോഗ്രാം കണ്ടപ്പോൾ ഈ കാര്യങ്ങളെ ലാലേട്ടൻ സമീപിക്കുന്ന രീതിയൊക്കെ കണ്ടപ്പോൾ ഈ അവർ സൂപ്പർ സ്റ്റാറായി നിൽക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം അഭിനയത്തിനപ്പുറത്ത് അവരുടെ റിയാക്ഷൻസ്, അവരുടെ ഇമോഷൻസ്, അവരുടെ റെസ്പോൺസസ്, ഇതൊക്കെ വളരെ സ്ട്രീം ലൈൻ ചെയ്ത് വളരെ വേറിട്ട രീതിയിൽ അതിനെ മാനേജ് ചെയ്യുന്നത് കൊണ്ടാണ് എന്ന് തോന്നിപ്പോയി. അവരുടെ മക്കളെ സമീപിക്കുന്ന രീതിയും മക്കളോടുള്ള കാര്യങ്ങളുടെ നിലപാടും ഒക്കെ ഇന്നിപ്പോൾ നമ്മുടെ നാട്ടിൽ ചെറിയ എന്തെങ്കിലും ഒരു കലയോ കഴിവോ ഒരു കുട്ടിക്കുണ്ടെങ്കിൽ ഒരുതരം എന്താ പറയുന്നത്, ഓവർ എക്സൈറ്റഡ് ആയിട്ടുള്ള പ്രതികരണങ്ങളിലാണ് പല മാതാപിതാക്കളെയും കാണുന്നത്. ഭയങ്കരമായി എക്സൈറ്റഡായി അവരാകെ വല്ലാണ്ടിരിക്കുന്ന ഒരവസ്ഥയുണ്ട്. അത് പറയാം, അതിനു മുമ്പ് ഈ ദൃശ്യങ്ങളിൽ ചിലത് കാണാം. ഇപ്പോൾ ഞങ്ങൾക്ക് തന്നെ കുറച്ച് ടെൻഷനും ആകാംക്ഷയൊക്കെ ഉണ്ട്. എന്താണ് വിസ്മയ ചെയ്യാൻ പോകുന്നത്? അല്ലെങ്കിൽ ഇപ്പൊ ട്രെയിലർ ഇംപ്രസീവ് ആണ്, ഇന്റർവ്യൂ കാണുമ്പോൾ നമുക്ക് വളരെ റിലേറ്റബിൾ ആയിട്ട് തോന്നുന്നുണ്ട്. എന്നാലും ഇപ്പൊ തന്നെ കാണുമ്പോൾ കുറച്ച് ടെൻഷനുള്ള പോലെ തോന്നുന്നുണ്ട്. അല്ലല്ല, വിസ്മയ ഇത് മാറ്റാൻ, ടെൻഷൻ മാറ്റി വയ്ക്കൂ, അല്ലെങ്കിൽ ഇത് ഈ പ്രഷറിനെ ഹാൻഡിൽ ചെയ്യാൻ ലാലേട്ടൻ എന്തെങ്കിലും ഒരു അച്ഛൻ എന്നുള്ള രീതിയിൽ ഉപദേശിക്കുന്നുണ്ടോ? ഒരു കാര്യമില്ല. ടെൻഷൻ ഞാൻ ഒരു തന്നെയല്ലേ മാറ്റി വെക്കേണ്ടത്. ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഇതൊരു എക്സാം എഴുതിയത് പോലെയാണ്. നന്നായിട്ട് എഴുതിയാൽ ജയിക്കും, മോശമായിട്ട് എഴുതിയാൽ തൂക്കും, അല്ലേ? സോ ഇറ്റ്സ് ഓൾറെഡി ഹാപ്പൻഡ്. പക്ഷെ ഈ ഞാൻ പറയുന്ന പോലെ എനിക്ക് ആദ്യത്തെ സിനിമയിൽ അഭിനയിക്കുമ്പോഴൊന്നും ഇങ്ങനത്തെ ഒരു ടെൻഷനും ഇല്ല. ഇപ്പൊ 370ാമത്തെ സിനിമയിൽ അഭിനയിക്കുമ്പോൾ എനിക്ക് ടെൻഷനില്ല. അതൊരു പ്രിപ്പറേഷനാണ്, അത് അറിയാതെ സംഭവിക്കുന്ന. കുട്ടികൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാവും. അന്നത്തെ സിനിമ പോലെ അല്ലേ ഇപ്പം. ഭയങ്കരമായ കോമ്പറ്റീഷനാണ്, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇങ്ങനെ നമുക്കൊന്നും ഇങ്ങനെ ഒരു സിനിമ കഴിഞ്ഞിട്ട് ഇത്രയും പേരുടെ മുമ്പിലൊന്നും ഇരുന്ന് സംസാരിക്കേണ്ട കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നമുക്ക് ഒരുപാട് സ്വാതന്ത്ര്യങ്ങളുണ്ടായിരുന്നു. ഇത് സ്വാതന്ത്ര്യം ഇല്ലായ്മ എന്നല്ല പറയുന്നത്. സോ അവരുടെ ലൈഫിനെ കുറിച്ച് കുറച്ചുകൂടെ ടോളറൻസ് ലെവൽ കൂടുതലായിരുന്നു ഞങ്ങൾക്ക്. ഇപ്പോഴും ഇവർക്ക് ആ ടോളറൻസ് ലെവൽ ഉണ്ടാക്കിയെടുക്കണം, അല്ലേ? ഇതൊരു പ്രത്യേക ഫീൽഡാണ് സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. സക്സസിനെ നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന പോലെ തന്നെ ഫെയിലിയറിനെയും അപ്രോച്ച് ചെയ്യാൻ പഠിക്കണം. ഇതിൽ മാത്രമല്ല, ജീവിതത്തിൽ മുഴുവൻ. അപ്പൊ അതുകൊണ്ട് അവരുടെ ടെൻഷനിലേക്ക് നമ്മൾ പോയിട്ട് ഈ ടെൻഷൻ അടിക്കുക എന്ന് പറഞ്ഞാൽ അത് വീണ്ടും ടെൻഷൻ ആവില്ലേ? അപ്പൊ അതുകൊണ്ട് ഒരു കുഴപ്പമില്ല, വരുന്ന പോലെ വരട്ടെ. ആ ലാസ്റ്റ് ഡയലോഗാണ് എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ടത്. ഒന്ന്, ടെൻഷനെ മാനേജ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ലൈഫിലായാലും അല്ലാതെ ആയാലും. പിന്നെ ഏറ്റവും അവസാനം പറഞ്ഞില്ലേ, ഈ ടെൻഷൻ അടിക്കുമ്പോൾ നമ്മൾ ടെൻഷൻ അടിക്കല്ലേ എന്ന് പറഞ്ഞാൽ അതും ഒരു ടെൻഷനായി മാറുമെന്ന് പറഞ്ഞാൽ വളരെ സത്യമാണ്. നമ്മളിപ്പോൾ നമ്മുടെ ഒരു പ്രതിസന്ധിയിൽ, ഒരു പ്രശ്നത്തിൽ, ഒരു സ്ട്രെസ്സിലിരിക്കുന്നു. നമുക്ക് നോർമലി അതൊന്ന് ബ്രീത്ത് ഔട്ട് ചെയ്യാനൊരു സ്പേസ് വേണം. അപ്പോൾ ആ സമയത്ത് നീ ആരെല്ലാം ഇൻ്റർവ്യൂ ചെയ്ത് നമ്മുടെ അടുത്ത് ടെൻഷൻ അടിക്കല്ലേ എന്ന് പറഞ്ഞാലും അത് ബാധിക്കില്ല. അത് അടിച്ച് തന്നെ തീരണം. പക്ഷേ അത് മെച്യൂരിറ്റിയോടെ ഹാൻഡിൽ ചെയ്യാൻ പഠിക്കണം. അതാണ് ലാലേട്ടൻ പറഞ്ഞത്. എത്ര ഭംഗിയായിട്ടാണ് ആ കാര്യം പറഞ്ഞതെന്ന് ഓർത്ത് നോക്കൂ. അതുപോലെ തന്നെ 18 ടേക്ക് എന്നൊക്കെ ടേക്ക് ഓരെന്ന് പറയുമ്പോൾ അച്ഛൻ്റെ ഹെൽപ്പ് എങ്ങനെയുണ്ടായിരുന്നു? അച്ഛൻ ഹെൽപ്പ് ചെയ്തു, ട്യൂട്ടറിന് ഹെൽപ്പ് ചെയ്തു. എനിക്ക് ആദ്യത്തെ സീനിൻ്റെ ഫസ്റ്റ് ഷോട്ടായിരുന്നു പ്രശ്നം. പക്ഷെ പിന്നെ സീനിലോട്ട് പോയപ്പോൾ ഓക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ ക്ലിപ്സുകളുണ്ട് സാമൂഹ്യ മാധ്യമത്തിൽ കാണാം. അപ്പം ഞാൻ പറഞ്ഞെന്താണെന്ന് ചോദിച്ചാൽ, എത്ര സ്വാഭാവികതയോടെയും എത്ര തന്മയത്വത്തോടെയും എത്ര യുക്തിപരവുമായിട്ടാണ് ആ വിഷയത്തെ ഹാൻഡിൽ ചെയ്യുന്നത് എന്നത് കണ്ടപ്പോൾ ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങൾക്കും തോന്നിയിട്ടുണ്ടാവും അങ്ങനെ തന്നെ. ഏതായാലും തുടക്കം നന്നായിരിക്കട്ടെ, നല്ല തുടക്കമാവട്ടെ. വിജയാശംസകൾ.